സമീപകാലത്തായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇസ്ലാമിനോടുള്ള തീവ്രമായ ഒരു ആഭിമുഖ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നതല്ല. കഴിഞ്ഞ ആഴ്ച സെൻസേഷണലായ ഒരു വാർത്ത, 2 വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച സെൻസേഷണലായത്. ഒന്ന്, ന്യൂയോർക്കിൽ മേയറായിട്ട് ഒരു മാംദാനി എന്ന് പറയുന്ന മുസ്ലിം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എങ്കിലും താൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, തന്റെ വിജയത്തിന് ശേഷം ആദ്യമായിട്ട് മംദാനി നടത്തുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഐ ആം എ മുസ്ലിം. ഇതാണ് തന്നെ താൻ അടയാളപ്പെടുത്തുന്നത് ഒരു മുസ്ലിമായിട്ടാണ്. ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. ഇദ്ദേഹത്തിന് വേണ്ടി ചില ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന ഒരു കോമഡി വീഡിയോ ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ഈ മണ്ടന്മാരായ ക്രിസ്ത്യാനികൾ ഇങ്ങനെ അവരുടെ പ്രാർത്ഥന വളരെ സൗജന്യമായിട്ട് പന്നികളുടെ മുത്തിടരുന്ന് അവരുടെ നാഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ചീപ്പായിട്ട് കാണുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. പോത്തിന്റെ പുറത്ത് പോലും കൈവച്ച് പ്രാർത്ഥിക്കാൻ മടിയില്ലാത്ത പാസ്റ്റർമാരാണ് നടക്കുന്നത്. ഇത്രയും പ്രാർത്ഥിക്കാനിടയില്ല. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ പ്രാർത്ഥിക്കാനുണ്ടോ, ഉണ്ടേ പ്രാർത്ഥിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. അപ്പൊ കന്യാസ്ത്രീ അമ്മയെ തരം താഴ്ത്തിയതും ന്യൂയോർക്കിൽ മാംദാനി മേയറായതുമാണ് കഴിഞ്ഞ ആഴ്ചത്തെ 2 സെൻസേഷണൽ വാർത്ത. അപ്പൊ ഈ മാംദാനി പറയുന്നുണ്ട് ഹീസ് എ ലെഫ്റ്റിസ്റ്റ്, ഹീസ് കമ്മ്യൂണിസ്റ്റ് ആദർശമുള്ള ലെഫ്റ്റിസ്റ്റ് ആണ്, മുസ്ലിമാണ്. ഒരേ സമയം മുസ്ലിമും അതേസമയം കമ്മ്യൂണിസ്റ്റുമായിരിക്കുക എന്ന അത്യപൂർവ സംഭവം നമ്മൾ കേരളത്തിൽ ധാരാളം ആളുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. TK ഹംസ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ പുതിയ അധ്യായം എന്നൊക്കെ പറഞ്ഞ് TK ഹംസ, പിന്നീട് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രി ഒക്കെ. അത് കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ ഒരു വലിയ ഒഴുക്ക്, തള്ളിക്കയറ്റമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്. മുസ്ലിങ്ങൾക്ക് വളരെ വേഗം ഓടിക്കയറാൻ പറ്റുന്ന ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ചിട്ടയായ പ്രവർത്തനത്തിൽ ത്യാഗോജലമായി ആയിരക്കണക്കിന് നേതാക്കന്മാരുടെയും 10,000-കണക്കിന് അണികളുടെയും ജീവനും ജീവിതവും എല്ലാം ഹോമിച്ചാണ് ഈ പാർട്ടി പടുത്തുയർത്തിയത്. പാർട്ടി ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇസ്ലാമിക് ഇൻവേഷൻ സംഭവിക്കുകയായിരുന്നു. ഒരിക്കലും പാർട്ടിയുടെ ആരംഭകാല പ്രവർത്തനത്തിലോ ത്യാഗനിർഭരമായി ആ പാർട്ടി പടുത്തുയർത്തിയ ഘട്ടങ്ങളിലോ ഒന്നും മുസ്ലിമുകൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് പാർട്ടി അധികാരത്തിന്റെ പടവുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ വളരെ വേഗം കയറിക്കൂടാനുള്ള എളുപ്പവഴി പാർട്ടിയിൽ ചേരുകയാണ് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പരിശീലനം ലഭിച്ചിട്ടുള്ള വോളണ്ടിയർമാർ അവരുടെ നിർദ്ദേശാനുസരണം പാർട്ടിയിലേക്ക് കടന്നു കയറുകയും വളരെ ചിട്ടയായിട്ട് സമർപ്പണത്തോടെ കഠിനാധ്വാനം ചെയ്യുകയും പാർട്ടിയുടെ നേതൃത്വ സ്ഥാനങ്ങളിലും പാർട്ടി പോഷക സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിലേക്ക് മുസ്ലിങ്ങൾ കയറി. സ്വാഭാവികമെന്ന് ചിന്തിക്കും, പക്ഷെ അത് ആസൂത്രിതമാണ്. കാരണം കേരളത്തെ പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഭരണം പിടിച്ചെടുക്കുവാൻ, നിരന്തരമായി സ്വാധീനം ചെലുത്തുവാൻ ഒക്കെ പറ്റുന്ന ഒരു പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള അജണ്ടയാണ്. ആ അജണ്ട വളരെ ഫലപ്രദമായി അവർ നടപ്പാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഹൈജാക്ക്ഡ് ആണ്. കാരണം പാർട്ടി അതിന്റെ സ്ഥാപന ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിലെ ഒരു പാവ മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിമുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും എപ്പോഴും ഐക്യപ്പെടുന്നത്? ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം. ഇപ്പൊ അമേരിക്കയിൽ നോക്കിയാലും അറിയാം, ഇസ്ലാമിസ്റ്റുകളും ലെഫ്റ്റിസ്റ്റുകളും ഒരു ബോട്ടിലാണ് സഞ്ചരിക്കുന്നത്. കാരണം എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ടുള്ള ഒരു സമരം എന്ന നിലയ്ക്ക് കോമൺ മിനിമം പ്രോഗ്രാം എന്നൊക്കെയുള്ള പൊതു മിനിമം പരിപാടി, ഒരേ ലക്ഷ്യം, ഒരേ പൊതുശത്രു, അപ്പൊ കോമൺ എനിമി എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവരെ ഒരുമിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് ഇസ്ലാമിനോട് ഇത്ര അനുഭാവമുള്ളത്? ഇത് അലുവായി മത്തിക്കറിയും പോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ പ്രാകൃത മതമാണ്. 6-ാം നൂറ്റാണ്ടിലേക്ക് പുറകോട്ട് നടത്തം പരിശീലിപ്പിക്കുന്ന ഒരു മതമാണ്. അതിതീവ്രമായി ഡുവലിസ്റ്റിക് ദൈവവിശ്വാസം, അതായത് അതിതീവ്രമായ ഒരു ദൈവവിശ്വാസവും ന്യായപ്രമാണവും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു മതവിഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അവിടെ വിശ്വമാനവികതയും അനുബന്ധ തേങ്ങാക്കൊലകളും ഇങ്ങനെ ഇളംകാറ്റിലാടുന്ന ഒരു പാർട്ടിയാണ്. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്ററിയാറ്റ് ആൻഡ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഇതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് പത്തിരി ചുട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം അത്രമാത്രം എതിർദിശയിൽ സഞ്ചരിക്കുന്നതാണ്. മനസ്സിലായോ? ഒന്ന്, ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു മത സംവിധാനമാണ്. ഇവരാണ് ദൈവനിരാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് കൈകോർക്കുന്നത്. ഇവർ ഒരുമിച്ച് പോവുകയാണ്.
ആരെയാണ് ഇവർക്ക് തകർക്കേണ്ടത്? ജുദയോ ക്രിസ്ത്യൻ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തെയും ആ സാംസ്കാരിക സ്വാധീനത്തിലുള്ള ജനപദങ്ങളെയും അവിടെയുള്ള ജനങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെയും തകർത്ത് കളയുക എന്നുള്ള കോമൺ മിനിമം അജണ്ട ഇവരെ ഒരുമിപ്പിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഈ കോമൺ മിനിമം അജണ്ടയാണ് ഇവരെ ഒരുമിപ്പിക്കുന്നത്. ഇത് സംഭവിച്ചിട്ടുള്ളത് പല കാലഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഒരുമിച്ച് കൈകോർത്തിട്ടുണ്ട്. ചരിത്രം വളരെ വിശാലമാണ്, എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് ചുരുക്കമായിട്ട് ചില എൻ്റെ ഓർമ്മയിൽ എൻ്റെ ജീവകാലത്ത് വായിച്ചതും കയ്യിൽ വന്നതുമായ ചില അറിവുകൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്ന് ആദ്യം ഓർമ്മ വരുന്ന 1979 ഇറാൻ വിപ്ലവമാണ്. 1979 ഇറാൻ വിപ്ലവം. ആ കാലഘട്ടത്തിലൊക്കെ പത്രം വായിക്കുന്ന സമയത്ത് ഷായെ പുറത്താക്കുന്നതും ഒക്കെ വായിച്ചിട്ടുണ്ട്. എന്നതിന്റെ അർത്ഥം കൂടുതൽ അറിയില്ലെങ്കിലും സ്കൂൾ ജീവിതകാലത്ത് ഞാനത് വായിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇറാനിൽ ഷായ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇറാൻ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സ്വർഗമായിരുന്നോ കളിത്തൊട്ടിലായിരുന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന്റെ ബാക്കി പത്രമാണ് ഇറാനിയൻ സിനിമ. ഇന്ന് നിങ്ങൾക്കറിയാൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലോകോത്തര സിനിമകളാണ് ഇറാനിൽ നിന്ന് വരുന്നത്. അപ്പൊ അത്രമാത്രം ചിന്തകന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും അവരാൽ സമ്പുഷ്ടമായ ഒരു ഭൂതകാലം ഇറാനുണ്ട്. ഇറാനിൽ ഇസ്ലാമിക് ഇൻവേഷന് മുമ്പ് അവിടെ പേർഷ്യൻ മതം, സ്വരാഷ്ട്ര മതം ഉണ്ടായിരുന്നു. അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു. അവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അവിടെ ശാസ്ത്ര പുരോഗതി ഉണ്ടായിരുന്നു. അവിടെ മാനവികത ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു രാജ്യമായിരുന്നു ഇറാൻ. സ്വാഭാവികമായിട്ടും ഈ വെണ്ണയിൽ കൃമികൾ ഉണ്ടാകുന്നത് പോലെ നല്ല സാധനങ്ങൾ എവിടെയെങ്കിലും പുറത്തിരുന്നാൽ അവിടെ എന്ത് ചെയ്യും? പെട്ടെന്ന് അഴുക്കാവും. അതുപോലെ ഈ നല്ല മൂല്യവത്തായ അർത്ഥവത്തായ ഈ സാംസ്കാരിക തനിമയിലുള്ള ആ ഒരു സ്ഥലത്ത് എന്തുണ്ടായി? കമ്മ്യൂണിസം ഉണ്ടായി. പെട്ടെന്ന് കമ്മ്യൂണിസത്തിന്റെ അസ്ഥിത അവിടെ ഉള്ളത് കയറി പിടിച്ചു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടിരുന്ന അച്ചിക്ക് ഉദിമതം കയറി. ഇതൊക്കെ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കീഴത്തെ വരിയിലോട്ട് എഴുതിയാൽ മതി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ ഇറാനിൽ കമ്മ്യൂണിസം കയറി പിടിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറാനിൽ, അത് അന്ന് ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടൂഡേ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ടൂഡേ പാർട്ടി ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ആയത്തുള്ള ഖൊമൈനിയുടെ ഷായ്ക്കെതിരായിട്ടുള്ള വിപ്ലവത്തിന് ആര് സപ്പോർട്ട് ചെയ്തു? ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, കവികൾ, സിനിമാക്കാർ, കവയിത്രികൾ എല്ലാം കവച്ചു നിന്ന് ആരെ സപ്പോർട്ട് ചെയ്തു? ആയത്തുള്ള ഖൊമൈനിയെ സപ്പോർട്ട് ചെയ്തു, ഷായെ പുറത്താക്കാൻ. അങ്ങനെ വിപ്ലവം കഴിഞ്ഞു. ഷാ ഭരണകൂടം തകിടം മറിഞ്ഞു. ആയത്തുള്ള ഖൊമൈനി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ടൂഡേ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരെയും വധിക്കുകയാണ്. ആദ്യം ചെയ്തതാണ് ഖൊമൈനി. രാജ്യത്തെ ശുദ്ധീകരിക്കാനാണ് ഖൊമൈനി അന്ന് പ്രസിദ്ധീകരിച്ചത്. രാജ്യത്തെ ശുദ്ധീകരിക്കുക. പാർട്ടി ടൂഡേ പാർട്ടിയെ നിരോധിച്ചു. 10,000-കണക്കിന് ആളുകളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന, സാവധാനം കൊല്ലപ്പെടുന്ന വിധത്തിലുള്ള കാരാഗ്രഹങ്ങളിൽ അടച്ച് അവരാരും പുറത്തു വന്നില്ല. ചരിത്രം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതാണ് ഇറാനിൽ സംഭവിച്ചത് 1979. അത് കഴിഞ്ഞപ്പോ ഈ അടുത്ത ഒരു സ്ഥലം നമുക്ക് അടയാളപ്പെടുത്താനുള്ള നമ്മുടെ അയൽപക്കമാണ് അഫ്ഗാനിസ്ഥാൻ. ഈ അഫ്ഗാനിസ്ഥാനിൽ 1970-കളിൽ സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള ഭരണമായിരുന്നു. ആ കാലഘട്ടത്തിലെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അഫ്ഗാനിലെ പെൺകുട്ടികൾ വളരെ പരിഷ്കൃതമായ വേഷം ധരിച്ച് കോളേജുകളിൽ പഠിക്കുന്നതും സൈക്കിളിൽ സഞ്ചരിക്കുന്നു, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ, അഫ്ഗാനിസ്ഥാനിലെ ഇടതുപക്ഷ ഗ്രൂപ്പുകളും ഇസ്ലാമിക് പ്രവർത്തകരുമായിട്ട് കൈകോർത്തു. പിന്നീട് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിട്ട് ജിഹാദ് പ്രഖ്യാപിച്ചു. സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങിക്കഴിഞ്ഞപ്പോൾ മുജാഹിദീൻ അവശേഷിച്ച കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. മാർക്സിസ്റ്റ് സ്വാധീനം അഫ്ഗാൻ മണ്ണിൽ ഇല്ലാതെയാക്കി. ഒരു കാലം നിങ്ങൾ ഓർക്കണം, കമ്മ്യൂണിസ്റ്റ് വസന്തം ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ വിരിഞ്ഞായിരുന്നു. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് വസന്തം ഇല്ലാതെയായി. ഇസ്ലാമിസ്റ്റുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കൊണ്ടുവരാമെന്ന് നിങ്ങൾ കരുതുകയാണ്. മലയിറങ്ങി കമ്മ്യൂണിസം വരുമെന്നും
പുഴയിൽ മുങ്ങിക്കുളിച്ച് തോർത്തിക്കൊണ്ട് സോഷ്യലിസം കയറി വരുമെന്നൊക്കെ മുസ്ലിങ്ങൾ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ രാജ്യം സുഡാനാണ്. സുഡാൻ ഇപ്പോ നിങ്ങൾക്കറിയാം ഇപ്പൊ സുഡാനിൽ സംഭവിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ പ്രസ്ഥാനങ്ങളെ ഇസ്ലാമിക് ഗ്രൂപ്പുകളോട് ചേർന്ന് എതിർക്കുന്ന വിപ്ലവത്തിന്റെ നവവസന്ത സുഡാനിൽ എത്തുമെന്നൊക്കെ പറഞ്ഞ് സുഡാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായി മുസ്ലിമുകളുടെ കൂടെ കൂടി. ഈ മുസ്ലിമുകളുടെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ മുസ്ലിമുകളുടെ നേതാവ് ജാഫർ നിമറി കമ്മ്യൂണിസ്റ്റുകളുടെ സഹായത്തോടെ അധികാരത്തിൽ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? 1971 മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും വധിച്ചു. 1980 ആയപ്പോൾ ശരിയത്ത് നിയമം സുഡാനിൽ നടപ്പാക്കി. വിപ്ലവം വിജയിക്കട്ടെ, ഇൻഖിലാബ് സിന്ദാബാദ്. വേറൊരു രാജ്യം കൂടെ ഞാൻ പറയാം, ഇനി ഒരുപാടുണ്ട് പറയാൻ, ചരിത്രം മുഴുവൻ വായിക്കാൻ സമയമില്ല. ഈജിപ്ത്. ഈജിപ്തിൽ സംഭവിക്കുന്ന എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിമുകളും ഒരുമിച്ച് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള തങ്ങളുടെ ഒരുമിച്ചുള്ള സമരമുഖത്ത് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. എന്നിട്ട് ഈജിപ്തിലെ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിമുകളും തോളോട് തോളിരുന്ന് വയൽവരമ്പത്തിരുന്ന് പാടി സ്വപ്നങ്ങൾ പങ്കുവെക്കും, സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടാൽ സ്വർഗം നാണിക്കുന്നു എന്നിങ്ങനെ പാടി. 1940s 1950s കഥയാണ് പറയുന്നത്. പക്ഷേ ഈജിപ്തിൽ നാസർ ഭരണത്തിൽ വന്നപ്പോൾ ഇസ്ലാമിസ്റ്റ് ദാവാ പ്രവർത്തകരെയും കമ്മ്യൂണിസ്റ്റുകളെയും എന്ത് ചെയ്യാണ്? ഒരുമിച്ച് അടിച്ചമർത്തുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എല്ലാ സ്വാധീനവും നഷ്ടപ്പെട്ടു. യൂണിവേഴ്സിറ്റികളിലും മാധ്യമ മേഖലകളിലും കലാമേഖലകളിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകളെ ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ചില സമയങ്ങളിൽ അവർ ഒരുമിച്ച് ചില കോമൺ എനിമിക്കെതിരായിട്ട് ഒരുമിച്ച് നീങ്ങുമെങ്കിലും ആത്യന്തികമായി ഇസ്ലാമിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളെ വകവരുത്തുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകൾ വെക്കുന്ന ആശയങ്ങളോ ആദർശങ്ങളോ ഒരിക്കലും ഇസ്ലാമിക ഐഡിയോളജിയുമായി പൊരുത്തപ്പെടുന്നതല്ല, അവർക്ക് ദഹിക്കുന്നുമല്ല. മാധ്യമ സ്വാതന്ത്ര്യമോ കലാപ്രവർത്തനമോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനമോ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ല. കമ്മ്യൂണിസ്റ്റുകള് തങ്ങൾക്ക് അധികാരം കിട്ടുന്നത് വരെ ഈ കാര്യങ്ങളെക്കുറിച്ച് വാചാലരാകും. നിങ്ങൾക്കറിയാവോ, കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. എവിടെയാണ്? കമ്മ്യൂണിസ്റ്റ് ഇതര രാജ്യങ്ങളിലെ മനുഷ്യ സ്വാതന്ത്ര്യം. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ആ സ്വാതന്ത്ര്യമില്ല. ഈ സ്വാതന്ത്ര്യം, മാനവികത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരം കിട്ടുന്നത് വരെ മാത്രമാണ്. വൺസ് അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യവും ഇല്ല, പിന്നൊന്നുമില്ല. സമത്വമില്ല, സഹോദര്യമില്ല, സോഷ്യലിസം ഇല്ല, ജനാധിപത്യമില്ല, ഒന്നുമില്ല. ഭരണം കിട്ടുന്നത് വരെ ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ വാചാലരാകും. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളും. അവരുടെ സ്നേഹം, കരുണ, ദയ, സമാധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരുപാട് വാചാലരാകുമെങ്കിലും മുസ്ലിമുകൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും കണി കാണാൻ പോലും കഴിയില്ല. അങ്ങനെ ചുരുക്കമായിട്ട് നമ്മൾ പറഞ്ഞാൽ രാഷ്ട്രീയമായ പൊതുശത്രുവിനെ നേരിടാൻ ചരിത്രത്തിൽ പല രാജ്യങ്ങളിലും പല കാലങ്ങളിലും മുസ്ലിമുകളും കമ്മ്യൂണിസ്റ്റുകളും കൈകോർത്തിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം ലക്ഷ്യം നേടിയതിനു ശേഷം നഷ്ടം വന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. നഷ്ടമല്ല, ജീവൻ തന്നെ നഷ്ടപ്പെടുക, കൊല്ലപ്പെടുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലൊക്കെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമാശ തോന്നും. തലേ ദിവസം വരെ ഇവരുടെ സംയുക്ത മീറ്റിംഗിൽ ശക്തമായി പ്രസംഗിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, സാഹിത്യ പ്രവർത്തകരൊക്കെ കിടന്നുറങ്ങി. നേരം വെളുക്കും, കഥകൾ തട്ട് കേൾക്കുമ്പം ഇന്നലെ ഇവരുടെ മീറ്റിങ്ങിന് മൈക്ക് പിടിച്ചു കൊടുത്തോൻ വാളുമായിട്ട് നിൽക്കുകയാണ്, എന്റെ കഴുത്ത് വെട്ടിക്കളയാൻ. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ചുരുക്കമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ചില പുസ്തകങ്ങളെ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. എപ്പോഴും ചോദിക്കും ആളുകൾ. അതുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് വായിക്കാം, സുഡാൻ ഇൻ ടർമോയിൽ. ഈ ബുക്ക് ആമസോണിൽ കിട്ടുന്ന പുസ്തകമാണ്. ജെ മില്ലാർഡ് ബെറിന്റെ ഈ പുസ്തകം നിങ്ങൾ വായിക്കുക. എങ്ങനെയാണ് സുഡാനിൽ ഇതൊക്കെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. രണ്ടാമത്തെ പുസ്തകം ഇറാൻ ബിറ്റ്വീൻ ടു റവല്യൂഷൻസ്. ഇർവാൻ എബ്രഹാമിയന്റെ പുസ്തകമാണ്. നിങ്ങൾ വായിക്കേണ്ടത് മസ്റ്റ് റീഡാണ്. നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കുക, ഇറാനിൽ എന്താണ് സംഭവിച്ചത്. അടുത്തത് നിങ്ങൾക്ക് വായിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇറാൻ, സാബിയ സുഫേറിന്റെ പുസ്തകമാണ്. പിന്നെ ഒരു പുസ്തകം ഇതാണ്, എ സ്ലോ റെക്കണിംഗ്
ദ USSR, ദ അഫ്ഗാൻ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഇസ്ലാം, വാസിലി ക്ലിമൻറ്റോവിൻ്റെയാണ്. ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഇസ്ലാമിനെ ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു സോവിയറ്റ് ശക്തികൾ. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇസ്ലാം ഇത്ര വലിയ അപകടകാരി ആകുമെന്ന്. അവരുടെ വരുതിയിൽ നിൽക്കുമെന്നും അവരുടെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും ആണ് കരുതിയിരുന്നത്. പക്ഷെ അവരുടെ വരുതിയിൽ നിന്നില്ല. ഇസ്ലാമിനെ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കത്തോലിക്ക സഭ ഇസ്ലാമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇസ്ലാമിനെ ഉപയോഗിച്ച് യെരുശലേം പിടിച്ചെടുക്കാമെന്നാണ് കത്തോലിക്ക സഭ കരുതിയിരുന്നത്. പക്ഷെ അവരുടെ കണക്കൂട്ടലുകൾ പിഴച്ചുപോയി. കുരിശുദ്ധങ്ങളുടെ ചരിത്രം പഠിച്ചാൽ മതി. മറ്റൊരു ബുക്കും കൂടെ ഞാൻ കാണിക്കാം. ദിസ് ഈസ് പൊളിറ്റിസൈസിങ് ഇസ്ലാം ഇൻ സെൻട്രൽ ഏഷ്യ, ഫ്രം ദ റഷ്യൻ റവല്യൂഷൻ ടു ദ അഫ്ഗാൻ ആൻഡ് സിറിയൻ ജിഹാദ്സ്. കാത്ലീൻ കൊളിൻസിന്റെ പുസ്തകമാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് റീഡ്. ഗോ ത്രൂ ഇറ്റ്, ബൈ ഇറ്റ്. ആമസോണിലുണ്ട്. അല്ലെ നിങ്ങൾ ഈ അമേരിക്കയിലൊക്കെ താമസിക്കുന്ന ആളാണ്, പൈസ മുടക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ ലൈബ്രറികളിലൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണ്. ഗോ ടു ദ ലൈബ്രറി ആൻഡ് റീഡ് ഇറ്റ്.